താങ്ക് യു വെരി മച്ച്. എന്താടി രവിവർമ്മൻ സാറ് നല്ല ആളാണെന്നാണോ വന്നത്? രവിവർമ്മൻ സാറ് നല്ല ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇപ്പൊ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ കാരണം രവി സാറിന്റെ ജീവന് എന്തെങ്കിലും അപകടം പറ്റുമോ ഇല്ലയോ എന്നായിരുന്നു. ഈ വിരലില് തൊട്ടാ അപകടമൊന്നും പറ്റില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. നീ കറക്റ്റ് ആയിട്ട് തൊട്ടു. ഞാൻ ഹാപ്പിയായി. അത് ശരി, അപ്പൊ ഞാനാണ് രവിവർമ്മൻ സാറിന്റെ ജീവൻ രക്ഷിച്ചതല്ലേ? നാളെ പോയി കാണുമ്പോ പറഞ്ഞേരെ എനിക്കൊരു ട്രീറ്റ് നടത്തണോന്ന്. അതിലിപ്പോഴും ഉണ്ടടി ഒരു കൺഫ്യൂഷൻ. നാളെ രവിവർമ്മൻ സാറിനോട് സംസാരിക്കാൻ ചെല്ലുമ്പോ രാജാറാം സാർ അവിടെ കാണും. എന്നെ കണ്ട സാർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതാ ഒരു പേടി. അപ്പൊ രാജാറാം സാറിനെ പേടിച്ച് നീ രവിവർമ്മൻ സാറിനെ കാണാൻ പോകുന്നില്ലേ? പോണം, പോയേ പറ്റൂ. എന്നാ നീ രണ്ടും കൽപ്പിച്ചങ്ങ് പോണം. പേടിച്ചിരുന്നാൽ അതിനെ നേരം കാണും. അറിയാം, സാറിന്റെ ജീവൻ സാറിന് എത്ര വലുതാണോ അത്രയും മുഖ്യമാണ് എനിക്കും. സാറിന്റെ ജീവന് ദോഷം ചെയ്യുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഞാൻ ഓഫീസിൽ ചെന്നിട്ട് നേരിട്ട് പറയാം സാറിനോട്. സാറ് തീരുമാനിക്കട്ടെ ഓഫീസിൽ രാജാറാം സാറ് വേണോ ശ്രീലക്ഷ്മി വേണോന്ന്. ഹലോ രാജാറാം സാർ, ജിഡിയെ പിടികൂടിയതറിഞ്ഞ് തുള്ളിച്ചാടി വന്നതായിരിക്കുമല്ലേ? നിന്നെ തോൽപ്പിച്ചു എന്ന അഹങ്കാരത്തോടെ തന്നെ പറയുക. നീ സ്മാർട്ട് ആണെങ്കിലേ ഞാൻ ഓവർ സ്മാർട്ടാ. 20 വർഷം ഞാൻ കാത്തിരുന്നത് നിന്റെ തോക്കിൻ മുനയിൽ അടിയറവ് പറയാനല്ല രാജാറാമേ. ആ കിടക്കുന്നവന്മാരൊക്കെ എന്നേക്കാളും ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിച്ചതാ, നിന്റെ വാക്കും കേട്ടിട്ട്. എന്നെ നീ ചെയ്യാൻ പറഞ്ഞതൊക്കെ അവന്മാരുടെ ശരീരത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി മേലിൽ ജിഡിയുടെ വഴിയിൽ വിലങ്ങുതടിയായി നിന്നെ കാണരുത്. നീ എന്റെ ഓർമ്മയിൽ പോലുമില്ല. എനിക്ക് വേണ്ടത് അവനെ, നിന്റെ ബോസിനെ. അത് നിന്നെ പോലുള്ള ഊച്ചാടി 4 കിട ഗുണ്ടകളെ വെച്ചിട്ടല്ല, നേരിട്ട് തീർക്കും ഞാൻ അവനെ. വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. ഈ നന്ദൻ ദോസ്ത് എവിടെ പോയി കിടക്കണു? സരോജം, നീ ഒരു മിനിറ്റ് ഇവിടെ ഇരുന്നേ പറയട്ടെ. എന്തു പറ്റി? നിങ്ങളാകെ വല്ലാതിരിക്കുകയാണല്ലോ. നമ്മുടെ ദോസ്തിനെ കുറിച്ച് ഒരു വിവരമില്ലടി. ഫോൺ വിളിച്ചിട്ട് എടുക്കണ പോലുമില്ല. അന്ന് ദോസ്തിനെ പോയി കണ്ടുവന്നതിന് ശേഷം ആളൊന്ന് ഫോൺ വിളിക്കുകയോ നമ്മുടെ വീട്ടിലേക്ക് വരികയോ ചെയ്തിട്ടില്ല. ദോസ്തിന് ഞാൻ കല്യാണത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്നാ എന്റെ ഒരു പേടി. അതാണോ കാര്യം? അതെ, ആ കൊച്ചിന് എന്തെങ്കിലും തിരക്ക് കാണും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുന്ന പയ്യനാന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ. ആ സാന്ദ്ര മാഡം സഹായിക്കാന്ന് പറഞ്ഞതാ. ഇപ്പതേ മാഡത്തിന്റെ ഒരു വിവരമില്ല. ചേടാ, എന്ന് പറഞ്ഞാ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മളെ വേണം ഉത്സാഹം എടുക്കാൻ. അവരൊക്കെ വലിയ തിരക്കുള്ള ആൾക്കാരല്ലേ. അവരെപ്പോഴും നമ്മുടെ കാര്യം ചിന്തിച്ചോണ്ടിരിക്കോ? ഇല്ല. ശരിയാ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് രവിവർമ്മ സാറിന് പോയി കണ്ട് മോളുടെയും നന്ദന്റെയും കാര്യം സംസാരിച്ചാലോന്നാ. എന്റെ കരിക്കോത്തിയമ്മേ, ഇതല്ലേ ഞാൻ എന്നേ തലേ കൈവച്ച് പറയുന്നത്. ഇപ്പോഴെങ്കിലും നിങ്ങളുടെ തല സൂര്യൻ ഉദിച്ചല്ലോ. ദൈവത്തിന് നന്ദി. നീ പറഞ്ഞത് ശരിയാടി. ഈ ബുദ്ധി എനിക്ക് നേരത്തെ പോയില്ല. രവിവർമ്മൻ സാറിനോട് കാര്യമായിട്ട് അവതരിപ്പിച്ച എല്ലാം പെട്ടെന്ന് നടന്നു കിട്ടും. നമ്മുടെ മോളുടെയും നന്ദൻ ദോസ്തിന്റെയും കല്യാണം നടുക്ക് നിന്ന് നടത്തി തരാൻ പറ്റിയ ഒരാള് രവിവർമ്മൻ സാറാ.
ഹലോ മിസ്റ്റർ ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക്. ഇതങ്ങോട്ടായി കെട്ടിപ്പൊതിഞ്ഞ് അതങ്ങോട്ട് വെച്ചിട്ട് നീ അവിടെ ഇരിക്കും. ഐ സേ സിറ്റ് ഡൗൺ. സോറി, ഞാൻ എന്തിനിരിക്കണം? ഞാൻ ഇവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞതാ. അത് നീ മാത്രം തീരുമാനിച്ചാ പോരാ. രാജി എഴുതി തന്നാൽ മാത്രം പോരാ, രാജി സ്വീകരിക്കപ്പെടുകയും കൂടെ വേണം. എന്നാലേ ആ പ്രൊസീജിയർ പൂർത്തിയാവും. അതൊന്നും എനിക്കറിയണ്ട. ഈ കമ്പനിയിൽ തുടരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് സ്വയം ഞാനാണ്. അതിനുള്ള അവകാശം മറ്റാർക്കും എഴുതി കൊടുത്തിട്ടില്ല എന്നർത്ഥം. തെറ്റ്. അതിനുള്ള അവകാശം എനിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അത് 3.5 സ്ഥലമാണ്. ഇനി നിനക്ക് പോവാം. ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക്. എടാ, നീ രാവിലെ എന്നെ വഴക്ക് പറഞ്ഞപ്പോ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. ആ ജിഡിയെ കീഴ്പ്പെടുത്താൻ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചെന്നറിയാമോ നിനക്ക്? അവനെ കീഴ്പ്പെടുത്തേണ്ട ആവശ്യം നിന്നെക്കാൾ എനിക്കായിരുന്നു. അറിയാം. ജിഡി രക്ഷപ്പെട്ടത് വളരെ സ്വാഭാവികമാണ്. നമ്മളെപ്പോലെ തന്നെ ഈ യുദ്ധത്തിൽ അവനും മാക്സിമം പൊരുതാൻ ശ്രമിക്കും. അതിന്റെ ഭാഗമാണ് ഈ രക്ഷപ്പെടൽ. ഇനി ആ ജിഡിയെ കയ്യിൽ കിട്ടുമ്പോ നീ ഇതിന്റെ പലിശയുടെ പലിശയും കൂടെ മുതലാക്കിയാൽ മതി. അതുകൊണ്ട് തൽക്കാലം എന്റെ ചങ്ങാതി ആ ജാക്കറ്റ് ഒന്ന് എടുത്തിട്ടെ. കണ്ടേ ഞാൻ നിന്നെ ആ ജാക്കറ്റിലത് കണ്ട എന്തോ ഒരു നേക്കഡായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ആ ജാക്കറ്റ് അല്ലേ നിന്റെ ഒരു ട്രേഡ് മാർക്ക്. എക്സാം ടൈമിൽ ദിവസവും ഒരിക്കൽ താൻ എന്നെ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ വിളിക്കും. പക്ഷെ എക്സാം കഴിഞ്ഞപ്പോ എല്ലാം സ്റ്റോപ്പായി. എന്തു പറ്റി? സർ, അത് പറയൂ, എന്താ എനിക്ക് സംഭവിച്ചത്? സർ, അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ പരീക്ഷ കഴിഞ്ഞ ഉടനെ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ജോയിൻ ചെയ്താലോന്നാ ഞാൻ ആലോചിച്ചത്. ബട്ട് വൈ? എന്തു പറ്റി ശ്രീലക്ഷ്മി? ഓഫീസിൽ ആരെങ്കിലും എന്തെങ്കിലും തന്നോട് പറഞ്ഞോ? രഘു, സാൻഡ്ര, രാജാറാം? ഇല്ല സർ, ആരും എന്നൊന്നും പറഞ്ഞില്ല. പിന്നെ? അല്ല സർ, ഞാൻ സാറിന്റെ കൂടെ ഉണ്ടായാൽ സാറിന്റെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടാവോ? വാട്ട്? Come on. ശ്രീലക്ഷ്മി, താൻ എന്നോടൊപ്പം ഇല്ലെങ്കിലാണ് എന്റെ ജീവനാപത്ത്. യു ആർ ലൈക്ക് മൈ ഗാർഡിയൻ ഏഞ്ചൽ. എന്റെ ജീവനാപത്ത് വന്നപ്പോഴൊക്കെ താനാ രക്ഷിച്ചത്. സർ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, സത്യം. താനാണ് എന്റെ കാവൽ മാലാക. താൻ മാത്രം. ചിലരൊക്കെ തിരിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടാ പോകുന്നത്. എനിവേ, നന്ദന്റെ വിഷയം വിടാൻ നമ്മൾ. പിന്നൊരു കാര്യം, തനിക്ക് ഇനി മുതൽ ഓഫീസിൽ വരണമോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. ഇനി മുതൽ കൃത്യമായിട്ട് ഓഫീസിൽ വരിക. അതിന് തടസ്സമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് നേരിട്ട് പറഞ്ഞാൽ മതി. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ.
സാർ ഇങ്ങനെ ആജ്ഞാപിക്കുകയാണെങ്കിൽ എനിക്കതനുസരിച്ചേ പറ്റൂ. What? എന്താ പറഞ്ഞ? സാർ ആജ്ഞാപിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. ആണോ? എങ്കിലിതാ 1000 വട്ടം നാം ആജ്ഞാപിക്കുന്നു. താൻ ഇനി മുതൽ ഓഫീസിൽ കൃത്യമായിട്ട് വന്നിരിക്കുന്നു. ഇറ്റ്സ് എൻ ഓർഡർ. ശരി സർ, വന്നോളാം. അല്ല, 1000 കുറഞ്ഞോ ഇല്ല അല്ലേ? ഇല്ല സർ, സാർ ഒരു പ്രാവശ്യം ആജ്ഞാപിച്ചാ മതി. 1000-ത്തിലധികം എഫക്റ്റാ. താങ്ക്സ്. താങ്ക്സ് എന്തിനാ? ആജ്ഞാപിച്ചല്ലേ അതിന്. ഓ, ആ കൗണ്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ പോയിട്ട് ജോലി തുടങ്ങിയാട്ടെ. സാൻഡർ കഴിഞ്ഞിട്ട് ഇനി കേറി വരാനുള്ളത് രാജാറാമ. സർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? യെസ്, ചോദിച്ചോളൂ. സർ, സാർ ആ മുല്ലച്ചെടിയോട് ഞാനൊന്ന് അന്വേഷിച്ചു പറയണം. ഓക്കേ, പറയാം. പക്ഷെ ആരന്വേഷിച്ചു എന്ന് പറയണം? നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അതിന്റെ ഉത്തരം ഞാൻ പറയില്ല. സാറിന്റെ മനസ്സിലുണ്ടെങ്കിൽ സാറ് പറഞ്ഞു കൊടുത്താ മതി. ഇനി മുതൽ അവന്റെ വിഷയം ഈ ഓഫീസിൽ സംസാരിക്കാൻ പാടില്ല. ഇല്ല രാജാറാം സാർ, സംസാരിക്കില്ല. പക്ഷെ ഇപ്പോ ഈ ഓഫീസിൽ എന്നെക്കാളും സ്ഥാനം ശ്രീലക്ഷ്മിക്കാണ്. അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാമോ എന്ന് അറിഞ്ഞാ കൊള്ളാം. സോറി, വെറുതെ സംസാരിക്കാന്ന് മാത്രം. ആ വിഷയത്തിൽ മാഡത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക്. ബട്ട് വൈ? എന്തുകൊണ്ട് പറ്റില്ല? ഈ ഓഫീസിൽ എനിക്കാണോ ഇമ്പോർട്ടൻസ് അതോ അവൾക്കാണോ ഇമ്പോർട്ടൻസ് എന്ന് തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു രാജാറാം സാർ. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൾ. ഒരാൾ മതി ഇനി ഈ ഓഫീസിലെന്നാണ് എന്റെ തീരുമാനം. ശരി, അതൊക്കെ മാഡം എന്തോ ചെയ്തോളൂ. പക്ഷേ മാഡവും മറ്റൊരു നന്ദനെ പോലെ ആകരുതെന്നേ തൽക്കാലം എനിക്ക് പറയാനുള്ളൂ. ഒരു നന്ദനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞു. മറ്റൊരു സാന്ദ്രയ്ക്കും ആ ഗതി വരരുതെന്ന അർത്ഥം. എന്തൊക്കെയുണ്ട്? എന്താ ഓഫീസിലേക്ക് വന്ന? എന്താ വിഷയം? സാറിനോടൊരു കാര്യം പറയാണ്ടായിരുന്നു. കേൾക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ. എന്ത് ബുദ്ധിമുട്ട്? ശ്രീലക്ഷ്മിയുടെ അച്ഛനെ എപ്പോ വേണമെങ്കിലും വന്ന് സംസാരിക്കാലോ. അതിനുമുമ്പ് കുടിക്കാൻ എന്താ വേണ്ടത്? കോഫി, ടീ, സംതിങ് കൂൾ? അയ്യോ, ഒന്നും വേണ്ട സാർ. വന്ന കാര്യം സംസാരിച്ചിട്ട് എനിക്ക് ഉടനെ മടങ്ങിപ്പോണം. സാറിനും തിരക്കായിരിക്കുമല്ലോ ഇവിടെ. കുഴപ്പമില്ല. ഇല്ലേ സാർ, ഒരു കുഴപ്പമില്ല. ഇരിക്കൂ. ശരി, ഇനി പറയൂ, എന്താണ് എന്നെ തന്നെ വന്ന് കണ്ട് സംസാരിക്കേണ്ട കാര്യം? സാർ, ഇതൊരു കണക്കിന് കയർമ കയറി നടക്കണ അഭ്യാസം പോലെയാ. പെട്ടെന്ന് പറയാനും പറ്റണില്ല, എന്നാ ലേറ്റ് ആകാൻ പറ്റിയ വിഷയമല്ല. അതാണ് സാറിന്റെ പെർമിഷൻ പോലും വാങ്ങാതെ പെട്ടെന്ന്. അതിനെന്താ, കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലോ. എന്താന്ന് വെച്ചാ തുറന്നു പറഞ്ഞോളൂ. കമോൺ. സാർ, അത് എന്റെ മോളുടെ വിവാഹത്തെ കുറിച്ചാണ്. സാറിനോടല്ലാതെ വേറൊരാളോടും പറയാൻ തോന്നിയില്ല. അത് കൊള്ളാലോ. കമോൺ, പറയൂ. പറയാം. കുറെ ദിവസമായി സാറിനോട് ഇതേക്കുറിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷെ കഴിഞ്ഞില്ല. പിന്നീട് തോന്നി നമ്മൾ പെണ്ണിന്റെ വീട്ടുകാരാണ്, അതുകൊണ്ട് നമ്മളാണ് ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടതെന്ന്. ഈ കല്യാണം എന്ന് വെച്ചാ അത് വലിയ ഉത്തരവാദിത്തമല്ലേ സാർ? മോളെ എങ്ങനെയെങ്കിലും ഒരു കരക്കെത്തിക്കണമെന്ന് ചിന്തയായിരുന്നു ഇത്രയും കാലം. ഏതായാലും ഇവിടെ ഓഫീസിലെ മോളെ നന്ദിനെ പറ്റി നല്ല മതിപ്പാണെന്നാ എനിക്ക് കിട്ടിയ വിവരം. ഇതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞെന്നായിരിക്കും സാർ ചിന്തിക്കുന്നത്. ഒരച്ഛനായ ഞാനിതൊക്കെ മനസ്സിലാക്കണ്ടേ സാർ? അതുപോലെ എനിക്കറിയാം സാറിന് മോളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണെന്ന്. രാജാറാം, ക്യാബിനിലേക്കൊന്ന് വരൂ. ഇപ്പൊ തന്നെ. ഇറ്റ്സ് അർജന്റ്.
എന്തു പറ്റി സാർ? സാറെന്തോ ടെൻഷനായി തോന്നുന്നു. സാർ, എന്താ സാർ? രാജാറാമിന് ശ്രീലക്ഷ്മിയുടെ അച്ഛൻ അറിയില്ലേ? അദ്ദേഹത്തിനോട് നന്ദനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കണം. ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ മകൾക്ക് വേണ്ടി കണ്ടുപിടിച്ച നന്ദൻ നല്ലവനല്ല. ശരിയല്ലെന്ന് പറഞ്ഞ സാറെന്താ ഉദ്ദേശിക്കുന്നത്? ടെൻഷനൊന്നും വേണ്ട, ഇരിക്കെ. നന്ദനിപ്പോ ഈ ഓഫീസിലും ഈ നാട്ടിലും ഇല്ല. അവനൊരു അപകടത്തിൽ ചെന്ന് പെട്ടിരുന്നു. വർഷങ്ങളോളം ജയിലിൽ കിടക്കാതെ തൽക്കാലം അവനെ സാറ് രക്ഷപ്പെടുത്തി വിട്ടിരിക്കുക. ഏതായാലും അവൻ നല്ലവനാണോ അതോ മോശക്കാരനാണോ എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അവന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളുമായി ബന്ധമുണ്ട്. അവന്റെ അങ്കിൾ ഉൾപ്പെടെ. നിങ്ങൾ അറിയാൻ മാത്രം ഈ ഓഫീസിലൊരു അനുഭവം ഞാൻ പറയാം. 20 വർഷം ജയിലിൽ കിടന്ന ഒരുത്തന്റെ ഓർഡർ പ്രകാരമാ നിങ്ങളുടെ ഈ കല്യാണച്ചക്കൻ ഈ ഓഫീസിൽ വന്നത്. ഇവിടത്തെ രഹസ്യങ്ങൾ ചോർത്തി രവിവർമ്മൻ സാറിനെ ചതിക്കാൻ. രവിവർമ്മൻ സാറിനെ ചതിച്ചാൽ ഈ ഓഫീസ് തന്നെ തകരും. നിങ്ങളുടെ മകൾ ഉൾപ്പെടെ കുറെ അധികം പേരുടെ ജോലി പോയി ജീവിതം തകരും. അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകനായി വേണോ? നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. രവിവർമ്മൻ സാർ ആളൊരു ജെന്റിൽമാൻ ആയതുകൊണ്ടും അവൻ ഇനി ഒരു ജീവിതം ഉള്ളതുകൊണ്ടും സാർ അവനോട് ക്ഷമിച്ച് അവനെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി വിദേശത്തേക്ക് അയച്ചു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്കിവിടെ വരാൻ തോന്നിയതും അന്വേഷിക്കാൻ തോന്നിയതും ഒരു തരത്തിൽ നിങ്ങളെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ പറയും. എന്റെ ദേവി, കാണുന്നുണ്ടോ നീ ഇതൊക്കെ? ഒരിക്കൽ കൂടി ഞാൻ ജീവിതത്തിൽ തോറ്റുപോയിരിക്കുക. എന്റെ മകൾക്ക് ഏറ്റവും യോഗ്യനായ പയ്യനാണ് നന്ദനെന്ന് ഞാൻ കരുതി. പക്ഷേ അവനൊരു ചതിയനാണെന്ന് അറിഞ്ഞപ്പോ എന്റെ നെഞ്ച് പൊട്ടിപ്പോയിരിക്കുക. എന്തിനാ ഞങ്ങളോട് ഈ പരീക്ഷണം? അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്നിട്ടും തൊഴുതിട്ടും പ്രാർത്ഥിച്ചിട്ടും മനസ്സടങ്ങുന്നില്ല ദേവി. ഇനി വീട്ടിലെത്തിയാൽ സരോജത്തോട് ഈ കാര്യം എങ്ങനെ പറയും ഞാൻ? നന്ദന്റെ കാര്യത്തിൽ അവൾക്കും വലിയ ഉത്സാഹമായിരുന്നു. അവളോട് നടക്കില്ലെന്ന് വാതുറന്ന് പറയാൻ പറ്റില്ല. സാറിനെ ഫോണിൽ കിട്ടുന്നില്ലല്ലോ. അച്ഛൻ ഓഫീസിൽ വന്നു പോയതിനു ശേഷം രവി സാറിന് എന്തോ പറ്റിയത്. അച്ഛൻ എന്തായിരിക്കും സാറിനോട് പറഞ്ഞത്? എന്തായാലും മനഃപൂർവ്വമുള്ള വരവാണെന്ന് തീർച്ചയാണ്. അല്ലെങ്കിൽ അച്ഛൻ ഒരു വാക്ക് ഫോണിലെങ്കിലും വിളിച്ചു പറയുമായിരുന്നു. ദൈവമേ, അന്നാ ലണ്ടൻ യാത്രയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ കുരുക്ക് വല്ല ഒപ്പിച്ചിട്ടാണോ അച്ഛൻ പോയത്? എന്തായാലും അത് നേരിട്ട് ചോദിച്ചറിഞ്ഞാലേ പറ്റൂ. എന്റെ ഭഗവതി, കുഴപ്പമൊന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു.
വിരാഗിയായി ഗുണാതീതനായും എനിക്കുള്ള കാര്യവും അനേക ഗ്രഹമോടും നീ ഓർക്കുന്ന പല വസ്തുവും ഞാൻ മുക്തനെന്ന് നീ ചൊല്ലുന്നത് നിൻ ദമ്പുതാനിടു. ചിലപ്പോൾ ശത്രുവിൻ ചിന്ത, ചിലപ്പോൾ ധനചിന്തയും, ചില നേരം സൈന്യചിന്തയും നേരം ചിന്തയില്ലതോ. വൈഖാനസ മുനീന്ദ്രന്മാർ, പിതാമഹർ, ജിതേന്ദ്രിയർ ഇതെല്ലാമായമെന്നോർത്തോൽ മോഹിക്കുന്നവരും നൃപ. നിന്റെ വംശത്തിലുള്ളവർക്ക് വിദേഹരിതനാമവും ശ്രീമന്താൻ ധരിച്ചാലും മറിച്ചല്ലൊരു നാളുമേ. കേൾക്കുന്നുണ്ടോ? മൂർഖനുമേൽ ജന്മാന്തനു ദിവാകരൻ, കേൾക്കുന്നുണ്ടോ? ശ്രീധരനും നാം എന്തു പ്രയോജനം? നിന്റെ വംശത്തിലുണ്ടായ വിദേഹരൊക്കെയും പേർ കൊണ്ട് പ്രസിദ്ധന്മാർ, കർമ്മം കൊണ്ടല്ല നിശ്ചയം. നിന്റെ വംശത്തിലുണ്ടായി പണ്ടാ നിമി നരോത്തമൻ, ക്ഷണിച്ചാൻ യാഗത്തിനവൻ ഗുരുവായ വസിഷ്ഠനെ. ഇതിപ്പോ 3/4 മണിക്കൂർ കഴിഞ്ഞു. പുറത്തിറങ്ങി തിരിച്ചു വന്നപ്പോ നിന്റെ അച്ഛന്റെ തലയിലെ അരപ്പേരി ലൂസായോന്ന് സംശയം. ഇന്ദ്രന്റെ രഘു, എന്താ രേഖ? ആ ഫോൺ ഒന്ന് താഴെ വെച്ചേ. ഇത് നോക്കിയേ, നന്ദന്റെ മെസ്സേജ്. ഗുഡ് ബൈ രേഖ. രേഖ എനിക്ക് ജോലി കിട്ടുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വർമ്മൻ ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. ഐ ആം ലീവിംഗ് ദിസ് പ്ലേസ് ആൻഡ് ഐ താങ്ക് യു ഫോർ എവറിഥിങ്. ഗുഡ് ബൈ നന്ദൻ. എന്താ ഇത് സത്യമാണോ? നന്ദ കമ്പനിയിൽ നിന്ന് മതിയാക്കി പോയോ? വാട്ട് ഹാപ്പൻ ടു ഹിം? യാ രേഖ, സത്യമാണ്. അവൻ പോയതല്ല, ഫർദർ സ്റ്റഡീസിന് വേണ്ടി ചേട്ടായി അവനെ വിദേശത്തേക്ക് അയച്ചതാണ്, ഫുൾ എക്സ്പെൻസ് കൊടുത്ത്. എന്നിട്ട് ആരും എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ. ഐ കാന്റ് ബിലീവ് ദിസ്. ദാറ്റ്സ് മൈ ചേട്ടായി രേഖ. ഇൻഫാക്ട് വേറൊരു കാര്യം കൂടിയുണ്ട് ഇതിൽ. അത് കേട്ടാൽ നീ വീണ്ടും ഷോക്കായി പോകുന്നുള്ള കാര്യം ഉറപ്പാ. എന്ത് കാര്യം? ഈ നന്ദൻ എങ്ങനെയോ നമ്മുടെ ശത്രുവിന്റെ കൈ ചെന്ന് പെട്ടു. പക്ഷേ വിദഗ്ധമായിട്ട് അവനെ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷതാര നമ്മുടെ ചേട്ടായി തന്നെ. യു നോ, ഹീസ് എ റിയൽ ഹീറോ രേഖ, എ റിയൽ ഹീറോ. ഓക്കെ, സമ്മതിക്കുന്നു. എന്ന് വെച്ചേ 24 മണിക്കൂറും ഇങ്ങനെ ചേട്ടായി ചേട്ടായി എന്ന് വിളിച്ച് പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഞാൻ റെക്കമെൻഡ് ചെയ്ത എന്റെ ഫ്രണ്ടിനെ ഓഫീസിൽ നിന്ന് ഫയർ ചെയ്തത് എന്തിനെന്ന് ചോദിച്ച് ഞാൻ പോയി ബ്രദർ ഇൻ ലോയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചിരുന്നെങ്കിലോ ഇന്നിവിടെ എന്ത് സംഭവിക്കുമായിരുന്നു? അമ്മ ഭൂകമ്പം ഉണ്ടാക്കില്ലായിരുന്നോ? രഘു തന്നെ പറയ്. അയ്യോ രേഖ, നീയൊന്നും മിണ്ടാതിരിക്കേ. അല്ലെങ്കിൽ തന്നെ ചേട്ടായി എന്തോ മനോവിഷമം കാരണം സീക്രട്ട് റൂമിൽ പോയി ഇരിക്കുക. ഇനി നീ കൂടെ വെറുതെ ചേട്ടായെ ഡിസ്റ്റർബ് ചെയ്യരുത്. ആ, അത് പറഞ്ഞപ്പോഴാ ചോദിക്കാനുള്ളത്. അല്ല രഘു, ഈ ബ്രദർ ഇൻ ലോയുടെ സീക്രട്ട് റൂമിൽ എന്താ ഉള്ളത്? എന്തിനാ അത് എപ്പോഴും അടച്ചിടുന്നത്? എന്താ അതിന്റെ രഹസ്യം? അറിയില്ല രേഖ, ഐ ആം സോറി. അതൊരു സീക്രട്ട് അല്ലേ, അതുകൊണ്ടല്ലേ അതിനെ സീക്രട്ട് റൂം എന്ന് വിളിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഹിസ് സ്പേസ്. അവിടെ എന്താണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. അച്ഛൻ എന്താ സംസാരിക്കാത്തത്? എന്നോടൊരു വാക്കുപോലും പറയാതെ അച്ഛൻ എന്തിനാ ഓഫീസിൽ വന്നെന്ന് അറിയണം എനിക്ക്. അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അച്ഛൻ ഓഫീസിൽ വരുന്ന കാര്യം? അത് ഞാൻ നിന്റെ അടുത്ത് പറയണോന്ന് കരുതിയതാ. അതിന് നീ രാവിലെ ചോറെടുക്കാൻ പോലും നിൽക്കാതെ ധൃതിയിലല്ലേ പോയത്. പിന്നെങ്ങനെ പറയാൻ പറ്റും? അമ്മ കാര്യം പറയ്. അച്ഛൻ എന്തിനാ ഓഫീസിൽ വന്ന് രവിവർമ്മൻ സാറിനെ കണ്ടത്? നിന്റെയും നന്ദന്റെയും കല്യാണക്കാരെ സംസാരിക്കാൻ. എന്ത്? അമ്മ എന്തായി പറയുന്നേ? എന്താടി പ്രേത സിനിമയിലെ സീന് പോലെ രാത്രി ഒറ്റയ്ക്ക് ഊഞ്ഞാലിൽ വന്നിരുന്ന് ആടുന്നു? കൃഷ്ണ, അച്ഛൻ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ലടി. വിളിച്ചിട്ടും രവി സാറും ഫോൺ എടുക്കുന്നില്ല. അച്ഛൻ എന്നെയും നന്ദനെയും കുറിച്ച് ഒരു കല്യാണം നടത്താന്ന് ചിന്തിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ലടി. മനസ്സിലായി. അപ്പൊ ഇക്കാര്യം അറിഞ്ഞിട്ടാവും രവിവർമ്മൻ സാർ അപ്സെറ്റ് ആയിരിക്കുന്നത്. ഫോൺ എടുക്കാത്തത് അതല്ലേ? ആണ് കൃഷ്ണ, സത്യം. അറ്റ്ലീസ്റ്റ് അച്ഛൻ ഓഫീസിലേക്ക് വന്ന് രവിവർമ്മൻ സാറിനെ കാണുന്നതിന് മുൻപ് എന്നോടൊരു വാക്കെങ്കിലും ചോദിക്കാമായിരുന്നു. അത് ചെയ്തില്ല. അമ്മ ഇക്കാര്യം പറഞ്ഞപ്പോ എനിക്ക് തന്നെ സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇത് കേട്ടപ്പോ രവിവർമ്മൻ സാറിന്റെ അവസ്ഥ എന്തായിരുന്നിരിക്കും? പോട്ടേടി, രവിവർമ്മൻ സാറിന് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് സമയം കൊടുത്താൽ മതി. നീ ആദ്യം നിന്റെ അച്ഛന്റെ മനസ്സിൽ എന്താന്ന് മനസ്സിലാക്കാൻ നോക്ക്. നീ തന്നെ ഇങ്ങനെ വിഷമിച്ചിരുന്ന
ഈ പ്രോബ്ലം പിന്നെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാ? അതെ കൃഷ്ണ, ഞാനും ആലോചിച്ചത് അത് തന്നെയാ. ഞാൻ അച്ഛനോട് ഇക്കാര്യം നേരിട്ട് സംസാരിച്ചേ പറ്റൂ. അതെങ്ങനെ വേണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവിടെ വീട്ടില് പതിവില്ലാതെ സുദർശനൻ ചേട്ടൻ ഭയങ്കരമായിട്ട് ഭാഗവതം വായിക്കുന്ന കേട്ടല്ലോ, എന്തു പറ്റി? പപ്പി അതേ, ശ്രീരച്ഛൻ വൈകുന്നേരം വന്നിട്ടേ പൂജ കഴിഞ്ഞ് വായന തുടങ്ങിയതാ, ദേവി ഭാഗവതം. അത് മനസ്സിലായി. അല്ല, ഞാൻ ചോദിക്കുന്നതേ, ഇപ്പൊ ഈ അസമയത്ത് ഇങ്ങനെ നിരന്തരം ഭാഗവതം വായിക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നാ? ഇല്ലാതെ പിന്നെ. പ്രശ്നങ്ങൾ വന്നങ്ങ് തലയ്ക്ക് മോളിൽ കേറുമ്പോഴല്ലേ മനുഷ്യർ അഖണ്ഡ നാമജപം തുടങ്ങുന്നത്. പിന്നെ എവർക്കുള്ള സൗകര്യം എന്താന്ന് വെച്ചാ എന്ത് പ്രശ്നം വന്നാലും അത് പരിഹരിച്ചു കൊടുക്കാൻ ആ മഹാനായ രവിവർമ്മൻ സാറും. ദീപുന്റെ അച്ഛാ, ദേവി ഏതിങ്ങനെ കുത്തും പോലെ സംസാരിക്കരുത്. രവിവർമ്മൻ സാർ ഇപ്പൊ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാ. നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ കിട്ടാത്തതിന് വെറുതെ ഞങ്ങളെ പഴിചാരിയിട്ട് ഒരു കാര്യവുമില്ല. അയ്യോ, അറിയാമേ, അറിയാം. പക്ഷേ അതിന് അസൂയ ഒന്നും ഇല്ല കേട്ടോ. കാരണം ഇവിടെ ഉണ്ട് നിങ്ങളുടെ മകളുടെ പ്രായത്തിലൊരു മോള്. പക്ഷേ അവളുടെ പിന്നാലെ നടക്കാനും ഒരു കല്യാണം നിശ്ചയിച്ചാൽ വീട്ടിൽ കൂടിയിരുന്ന് മലക്കറി വാങ്ങിക്കാനും എണ്ണപ്പാട്ട ചുമക്കാനും കോടീശ്വരന്മാരെയൊന്നും ഞങ്ങൾ വീട്ടിൽ വിളിച്ച് കയറ്റാറില്ല. ഒടുവിൽ ചതിച്ചു വഞ്ചിച്ച് കല്യാണം മുടക്കാനും. കറക്റ്റാ ചേട്ടൻ പറഞ്ഞത്. അല്ലെങ്കിലും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നാണല്ലോ. ആ, അല്ല ചേച്ചി, നമ്മുടെ ദീപമോൻ ആ പെങ്കൊച്ചിനെ കെട്ടിക്കൊടുത്തെങ്കിൽ രാത്രി മുഴുവനും ഒരാൾക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ ഭാഗവതം വായിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല. നോക്കിക്കോ, മുകളിലിരുന്ന് ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഞങ്ങൾ അനുഭവിച്ച സങ്കടത്തിനെ പരിഹാരം എഴുതി വെച്ചിട്ടുണ്ടാവും അവിടെ. ഇപ്പോഴത്തെ ഈ പളപളപ്പൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ദുരന്തവും ദുരിതവും വരുമ്പോ ഒടുവിൽ നിങ്ങളുടെ മോളുടെ കഴുത്തിൽ എന്റെ അനന്തരവനെ കൊണ്ട് തന്നെ താലി കെട്ടേണ്ട ഗതി വരും. അത് ഇപ്പോഴേ ഉറപ്പാ. നിന്നോട് ഞാൻ നേരത്തെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞതല്ലേ? സോറി ആന്റി, നിങ്ങളെ വീട്ടിലെ ബന്ധങ്ങൾക്ക് വിലയുണ്ട്. സങ്കടപ്പെടുമ്പോ അത് മനസ്സിലാക്കുന്ന മനുഷ്യർ. അതുകൊണ്ട് ഇവള് നല്ലത് മാത്രം സംസാരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടില് പക്ഷെ ബന്ധങ്ങൾക്കും ദയക്കൊന്നും ഒരു വിലയില്ലെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ശ്രീ, നീ ഇപ്പൊ വീട്ടിലേക്ക് പോണം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നീ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ എനിക്ക് വിഷമമുണ്ട്. പ്ലീസ് ഒന്ന് പോകാൻ. അങ്കിൾ, ഞങ്ങൾ ഇറങ്ങാം. ഇനി മുതലെങ്കിലും എന്തെങ്കിലും പറയാനും പരിഹസിക്കാനും ഉണ്ടെങ്കിൽ അത് എന്നോട് നേരിട്ട് തന്നെ ആവും. ദയവ് ചെയ്ത് എന്റെ അച്ഛനെ അമ്മയെ മാത്രം വേദനിപ്പിക്കരുത്. വേദനിപ്പിച്ചാൽ ഇതുപോലെ കൈ തൊഴിൽ നിൽക്കുന്ന ശ്രീലക്ഷ്മി ആവില്ല നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ദോസ്തിന് കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഐ എം സോറി, അബ്സല്യൂട്ട്ലി സോറി. എന്ന് നിങ്ങളുടെ ദോസ്ത് നന്ദൻ.
ദോസ്ത് എന്ന വാക്കും ദ്രോഹി എന്ന വാക്കും തൊട്ടുതൊട്ടായിരിക്കുന്നത്. നമ്മൾ ദോസ്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം. അത് മാറിപ്പോയാ നമ്മുടെ ജീവിതം തന്നെ നശിക്കും. സങ്കടം നിറയും ജീവിതത്തില്. അച്ഛാ, ഒന്ന് മിണ്ടാതിരിക്കെ. നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അതെ, അമ്മ പറയുന്നതാ ശരി. അവൻ വന്നു പോയി. അവനിൽ നിന്നും നമുക്ക് ഉപദ്രവമൊന്നും ഉണ്ടായില്ല. പിന്നെന്തിനാ നമ്മൾ വിഷമിക്കുന്നത്? ഒരു കണക്കിന് നോക്കിയാൽ അവനിൽ നിന്നും നമുക്ക് ഉപകാരമാണ് ഉണ്ടായതെന്ന് ഞാൻ പറയും. രവിവർമ്മൻ സാർ പറയാറുള്ളതുപോലെ ചിലര് വന്ന് നമ്മളിൽ നിന്നും പാഠങ്ങൾ പഠിച്ചു പോകും. ചിലര് വന്നാൽ നമ്മളെ പാഠങ്ങൾ പഠിപ്പിച്ചാ പോകുന്നത്. ഇതെല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് കരുതിയാ മതി. എന്റെ അച്ഛൻ ഇതൊക്കെ ഇനിയെങ്കിലും മറന്നേ പറ്റൂ. അതെ അതെ, മോള് പറയുന്നതാണ് കാര്യം. ഇനി ഇങ്ങനെ ഇടിവിട്ടേറ്റതുപോലെ നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ശ്രീയുടെ ചായ കുടിച്ചേ, അപ്പം മാറിക്കോളും എല്ലാ ടെൻഷനും. അയ്യോ അമ്മേ, ചായ തണുത്തു പോയില്ലേ? നിന്റെ അച്ഛൻ അതിനെയൊക്കെ തണുത്തിരിക്കല്ലേ, നമുക്ക് ചൂടാക്കി എടുക്കണം ഇനി. ഏതായാലും ഇത് ചൂടായാലും തണുപ്പായാലും സാരോജത്തിന്റെ സ്പെഷ്യൽ ചായയാ. സർ. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ബിസിയാണോ? ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റൂല്ലോ അല്ലേ? ഒരു ബിസി ഇല്ല സർ. അച്ഛനമ്മയും കൂടി പുറത്തു പോയിരിക്ക. എത്ര വേണമെങ്കിലും സംസാരിക്കാം. അല്ല, സാറിനോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു 5 മിനിറ്റ് വരെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ ശരിക്കും ദേഷ്യം തോന്നുന്നു. ഐ എം വെരി ആംഗ്രി വിത്ത് യു. അയ്യോ സർ, പ്ലീസ്. ഇനി ദേഷ്യം വരാതെ. എപ്പോ നോക്കിയാലും തനിക്ക് ഇത് തന്നെ ചോദ്യം. എന്നോട് ദേഷ്യമുണ്ടോ, എന്നോട് ദേഷ്യമുണ്ടോ? ഇപ്പൊ ഇത്ര പെട്ടെന്ന് എന്താ തന്റെ പ്രശ്നം? അത് മനസ്സിലാവുന്നില്ല. പെട്ടെന്നല്ല സർ, അച്ഛൻ ഓഫീസിൽ വന്ന് പോയ ശേഷം സാറിനോട് സംസാരിക്കാനേ പറ്റിയില്ല എനിക്ക്. ഇടയ്ക്ക് ഞാൻ വന്നപ്പോ സാറ് ഓഫ് മൂഡിലായിരുന്നു. വല്ലാതെ പകച്ചുപോയി ഞാൻ. അതൊക്കെ വളരെ സ്വാഭാവികമല്ലേ ശ്രീലക്ഷ്മി? ഞാനേ വലിയൊരു സ്ഥാപനം നടത്തുന്ന ആളാ. ലാഭം, നഷ്ടം, കയറ്റുമതി, ഇറക്കുമതി, ടാക്സ്, പെർമിഷൻ, ക്യാൻസലേഷൻ, GST, TDS, അങ്ങനെ 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 വല്ലാത്ത ട്രാഫിക് ബ്ലോക്കാ തലച്ചോറിലെപ്പോഴും. മൂടുകൾ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ അത് കുറച്ചു നേരെ കാണൂ. അത് മനസ്സിലാക്കുന്നവർക്ക് എന്നോടൊപ്പം ജോലി ചെയ്യാൻ പറ്റും. അതറിയാം സർ. എന്നാലും അച്ഛൻ ഓഫീസിൽ വന്ന് നന്ദന്റെ കാര്യം സംസാരിച്ചത് സാറിന് വിഷമായി കാണുന്ന എനിക്കറിയാം. പക്ഷെ സർ, ഞാനിതൊന്നും ചിന്തിച്ചതോ അറിഞ്ഞതോ അല്ല. അച്ഛൻ അങ്ങനെ വന്നതിനും ആ വിഷയത്തിൽ സാറിനെ പിടിച്ചിട്ടതിനും സാറിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. Come on. It's okay now. സംഗതിയൊക്കെ വളരെ സന്തോഷം തന്നെ. പക്ഷെ അനിയത്തിക്കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടി ഈ ഫംഗ്ഷന് വരേണ്ടതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അവർക്ക് നാളത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയില്ല. ഡാഡി ആണെങ്കിൽ കുവൈറ്റിൽ പുതിയൊരു ഓഫീസ് തുടങ്ങുന്നതിന്റെ തിരക്കില്ല. നെക്സ്റ്റ് ടൈം ഡാഡി മമ്മിയും ഉറപ്പായിട്ടുണ്ടാവും. രവി, നാളത്തെ ഫംഗ്ഷനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തോ? ചെയ്തമ്മേ. അതൊക്കെ സാൻഡ്രയും രാജാറാമിനെ ഏൽപ്പിച്ചിരിക്കുക. ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ആൾക്കാരെ അധികം ക്ഷണിച്ചിട്ടില്ല. എന്നാലും അവരെല്ലാം നോക്കിക്കോളൂ. വൺ മോർ ഇമ്പോർട്ടന്റ് തിങ്. നാളെ ഓരോ എക്സ്ക്യൂസസും പറഞ്ഞ് ആരും ഈ വീട് വിട്ട് ഒരിടത്തും പോകാൻ പാടില്ല. എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവണം. ഉണ്ടായേ പറ്റൂ. അതൊക്കെ ഉണ്ടാവും. നീ ഇതൊരു1000 വട്ടം പറഞ്ഞു കഴിഞ്ഞതല്ലേ? അതെ അതെ, ഇപ്പൊ ഇതും കൂട്ടി 1001ാമത്തെ പ്രാവശ്യമായി. നോക്കൂ അനിയത്തിക്കുട്ടി, എനിക്ക് രാവിലെ അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകേണ്ടി വരും. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ രാജാറാമും സാൻഡ്രയും ഒന്ന് അറേഞ്ച് ചെയ്തോളൂ. That's for sure. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അത്
വേറൊന്നുമല്ല, നാളത്തെ നമ്മുടെ ഫംഗ്ഷൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. വേണ്ടപ്പെട്ട ഒരാളോ? ആരാ രവി അത്? ഞാനറിയാതെ വേണ്ടപ്പെട്ട ഒരാള്? അത് സർപ്രൈസ്. ഇതൊന്ന് സാറിന് കൊടുക്കണം. വീട്ടിൽ വന്നാലും ഞാൻ സാറിനെ ഓർക്കുന്നെന്ന് ഇത് കാണുമ്പോൾ സാറിന് മനസ്സിലാവും. ഞാൻ ഓരോ പ്രാവശ്യം കൊടുക്കുന്ന സമ്മാനങ്ങളും എത്ര ചെറുതാണെങ്കിലും സാർ എത്ര സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നത്. സാർ അതിന്റെ വില നോക്കില്ല. സാറിനറിയാം വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊന്നും എന്നെ കൊണ്ട് വാങ്ങി നൽകാൻ കഴിയില്ല. ഞാൻ എന്ത് കൊടുത്താലും സാറിനിത് സംതിങ് സ്പെഷ്യലാ. അപ്പോ എന്റെ ഈ കൈകൊണ്ട് തുന്നിയ ഈ മഫ്ലറും സംതിങ് സ്പെഷ്യൽ തന്നെ ആയിരിക്കും. പക്ഷെ ആ മുല്ലച്ചെടിയുടെ കാര്യം എന്തായോ എന്തോ സാർ അതിനെക്കുറിച്ച് ഇപ്പൊന്നും മിണ്ടാറിയില്ല. ഇനി അത് വെള്ളം കിട്ടാതെ വാടിക്കരിഞ്ഞു പോയോ പൂത്തോ ഒന്നും അറിയാൻ വയ്യല്ലോ. ഇനി അത് പൂത്താലും മനസ്സിലുള്ള കാര്യം തുറന്നു പറയാൻ മടിച്ച് അത് മനഃപൂർവ്വം പറയാത്തതാണെന്നും അറിയില്ല. ഏതായാലും ഇന്ന് ഈ മഫ്ലർ സമ്മാനമായി കൊടുത്തിട്ട് മുല്ലച്ചെടിയുടെ കാര്യം ഉറപ്പായി അന്വേഷിക്കണം. അറിയണല്ലോ ആൾക്ക് ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോന്ന്. ഹലോ, എന്താ സാർ ഇത്? കുറെ നേരമായല്ലോ. ഞാനിപ്പോ ബസ് സ്റ്റോപ്പിൽ എത്തേണ്ട സമയം കഴിഞ്ഞു, അറിയാമോ? അല്ല സാർ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. സാർ എനിക്ക് തന്നെയാണോ ഫോൺ ചെയ്തത്, അതോ ബൈ മിസ്റ്റേക്ക് നമ്പർ മാറിപ്പോയതാണോ രാവിലെ? ബൈ മിസ്റ്റേക്ക് അല്ല ശ്രീലക്ഷ്മി, തന്നെ വിളിച്ചത്. അല്ല, താനെന്താ അങ്ങനെ ചോദിച്ചത്? എനിക്കിപ്പോഴും തന്നോട് ദേഷ്യമുണ്ടെന്നാണോ താൻ കരുതുന്നത്? അത് ഞാൻ സാറിനോട് നേരിട്ട് സംസാരിച്ചാലേ എന്റെ കൺഫ്യൂഷൻ മുഴുവൻ മാറും. അല്ല സാർ, സാറിന് ഓഫീസിൽ വരുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് ശരിക്കും പറഞ്ഞ ഓഫീസിൽ വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ. പക്ഷെ വന്നേ പറ്റൂ. കാരണം ഞാൻ കാത്തിരുന്നൊരു ദിവസമായിരുന്നു. ഞാൻ വാക്ക് പറഞ്ഞിരുന്ന ആ ദിവസം. സാറ് വാക്ക് പറഞ്ഞ് കാത്തിരുന്ന ദിവസം? യു മീൻ ഗവൺമെന്റ് സാറിന്റെ വെഡിങ് ആനിവേഴ്സറി ആണോ സാർ ഉദ്ദേശിച്ചത്? ഹേയ്, അതൊന്നുമല്ല. ദിസ് ഈസ് സംതിങ് എൽസ്. സർ, ഗവൺമെന്റ് സാറിനോട് എന്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അറിയിക്കണം. അതെ, താൻ തന്നെ നേരിട്ട് വന്ന് പറയേണ്ടി വരും. ഞാൻ രാത്രി ഫോൺ ചെയ്ത് പറഞ്ഞത് ഓർമ്മയുണ്ടോ? വൈകുന്നേരം താൻ ഉറപ്പായിട്ടും വീട്ടിൽ വരണം. ഇവിടെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന രവിചന്ദ്ര വർമ്മന്റെ ചീഫ് ഗസ്റ്റ് താനാണ്. നിനക്ക് പോകാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. 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 അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. അല്ല, തന്നെ പുതിയൊരു ജോലി സാന്ദ്രമ്മയുടെ ഏൽപ്പിച്ചിരുന്നു പറഞ്ഞു. അതെ, പക്ഷെ അത് ഞാൻ ചെയ്തു തുടങ്ങിയില്ല. ശരിക്കും പറഞ്ഞ അതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല ഇതുവരെ. എന്ത് ജോലിയാ ശ്രീലക്ഷ്മി? ഇത്തവണ ദുബായ് ഫെസ്റ്റിവലിൽ നമ്മുടെ കമ്പനി പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ പാർട്ടിസിപ്പേഷൻ പേപ്പേഴ്സും
ബഡ്ജറ്റൊക്കെ തയ്യാറാക്കാൻ സാന്ദ്ര മാഡം എന്നെയാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീലക്ഷ്മി ആള് ബ്രില്യന്റ് ആയതുകൊണ്ട് മറ്റേ ആരെക്കാളും വേഗത്തിൽ സ്വയം പഠിച്ച് ചെയ്യുമെന്നാ സാന്ദ്ര മേഡം പറയുന്നത്. ആ ഡിസിഷൻ എന്തായാലും നന്നായി. അല്ല, തനിക്കെന്താ പേടിയുണ്ടോ ചെയ്യാൻ? ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട്. ഒരു ടെൻഷനും വേണ്ടടോ. ഇതുപോലുള്ള പല ഫെസ്റ്റിവൽസും നമ്മുടെ കമ്പനി നേരത്തെയും പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ഫയൽസ് റെക്കോർഡ്സ് റൂമിലുണ്ട്. അത് റെഫർ ചെയ്താൽ മതിയാവും. തനിക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഓ, അത് ശരി. നേരത്തെ നമ്മുടെ കമ്പനി ഇതുപോലെ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ടല്ലേ? അതല്ലേ പറഞ്ഞത്. ഇൻഫാക്ട് 22 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആദ്യത്തെ ബോസാ ഇതിന് തുടക്കം കുറിച്ചത്. അന്ന് മുതൽ എല്ലാ വർഷവും നമ്മൾ ഇത് ചെയ്യും. ആഹാ, നമ്മുടെ കമ്പനിയിൽ രവിവർമ്മൻ സാറല്ലാതെ വേറെ ബോസ് ഉണ്ടായിരുന്നോ? യെസ്, എനിക്കും അറിയില്ലായിരുന്നു. ഒരിക്കൽ രാമമൂർത്തി സാറാണ് പഴയ ചരിത്രമൊക്കെ പറഞ്ഞത്. ശ്രീലക്ഷ്മി, ഫയല് കിട്ടിയില്ലേ ഇതുവരെ? ശ്രീലക്ഷ്മി, ഈ കുട്ടികളുടെ ഒരു കാര്യം. ഒരു ജോലി ഏൽപ്പിച്ചാല് കൃത്യമായിട്ട് ചെയ്യാൻ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടാണ്. ശ്രീലക്ഷ്മി, ഏയ് ശ്രീലക്ഷ്മി, 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 എന്താ എണീക്കേ ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, ഡോക്ടർ ഇവിടെ? ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഇപ്പൊ വരും. അമ്മേ, ചായ. മാഡം? നോ താങ്ക്സ്. ഓക്കെ.
അവിടെ സാറ് കയറുന്ന ആ മുറിയിൽ കണ്ണാടി വീണ് പൊട്ടിയെന്ന് തോന്നുന്നു. കം ലെറ്റ്സ് ഗോ. എന്താ വീണ് പൊട്ടിയെന്ന് നമുക്ക് നോക്കാം. നോ വേണ്ട. ശരിയാ, അങ്ങോട്ടൊന്നും പോവണ്ട. അതെന്തോ ആവട്ടെ, കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്തിനാ എത്ര ടെൻഷൻ മദറിൻലോയ്ക്ക്? ഇത്രയും വലിയൊരു ശബ്ദം കേട്ടിട്ട് നോക്കാതിരുന്ന? ഏയ്, അവിടൊന്നും ഇല്ല രേഖ. രവി വരട്ടെ, രവി വന്നിട്ട് നോയിക്കോളും. നമ്മള് വെറുതെ എന്തിനാ ടെൻഷൻ ആവുന്നേ? അതെ അതെ, വൈകുന്നേരത്തെ ഫംഗ്ഷന് ആരെങ്കിലും കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടാവും. അതിലേതെങ്കിലും താഴെ വീണ് പൊട്ടിയ ശബ്ദമായിരിക്കും അത്. അല്ല സാന്ദ്ര മാഡം, അമ്മയോട് വൈകുന്നേരത്തെ അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് സംസാരിച്ചോ? ഐ വാസ് ജസ്റ്റ് എക്സ്പ്ലെയിനിങ്. ശരി എന്നാ മാഡം വരൂ, നമുക്ക് കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. കമാർ. അമ്മേ, ഞാനിപ്പോ വരാവേ. റൂമിന്റെ കാര്യം പറയുമ്പോഴൊക്കെ മദറിൻലോയുടെ മുഖം വല്ലാതാവുന്നുണ്ട്. നല്ല ടെൻഷനും. അതിനും വേണ്ടി ആ സീക്രട്ട് റൂമിൽ എന്താ ഇത്ര വലിയ സംഭവമെന്നോ എനിക്ക് മനസ്സിലാവാത്ത. ഇനി വൈകിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും ആ മുറിയുടെ രഹസ്യം അറിഞ്ഞേ പറ്റൂ. ഒരു അപ്സെറ്റും ഇല്ല. ഇവിടെ ഇപ്പൊ ഡിസൈനർ വന്നില്ലെങ്കിൽ എന്താ രേഖ? നിനക്ക് മൈലാഞ്ചി ഇട്ടാ പോരെ? അതോടെ മാറില്ലേ ഈ അപ്സെറ്റും ഡിസപ്പോയിന്റ്മെന്റും ഒക്കെ? ബട്ട് ഹൗ? ഇപ്പൊ എനിക്ക് ആര് മൈലാഞ്ചി ഇട്ട് തരും? ഈ നിൽക്കുന്ന സാന്ദ്ര മാഡം ആണോ ഈ സ്റ്റൈലുകാരി? നോ നോ നോ, എന്നെ ഇതിൽ കൂട്ടിക്കെട്ടരുത് പ്ലീസ്. അമ്മേ, ഞാൻ മൈലാഞ്ചി ഇട്ട അത്ര ഫിനിഷിംഗ് വരില്ല. സോറി, ഐ കാണ്ട്. കണ്ടില്ലേ? നോക്ക് മദറിൻലോ, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പൊ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യേ ഇനി വഴിയുള്ളൂ. ക്യാൻസൽ ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ലേ. യമുനെ, നീ പോയ മൈലാഞ്ചിങ് എടുത്തോണ്ട് വരൂ. ശരി അമ്മേ. വാട്ട്? മദറിൻലോയാണോ എനിക്ക് മൈലാഞ്ചി ഇടുന്നത്? പ്ലീസ്, ഞാൻ തൊഴുത് നമസ്കരിക്കാം. മദറിൻലോ ഇടുന്നത് ഏതെങ്കിലും ഓൾഡ് ഡിസൈൻ ആയിരിക്കും. അത് പറ്റില്ല എനിക്ക്. നീ പറയുന്ന അതേ ഡിസൈനിൽ ഞാൻ ഇട്ട് തന്നാ പോരെ? അപ്പൊ പ്രശ്നം തീരുമല്ലോ. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കുട്ടി എന്തോ കണ്ട് ഭയന്നിട്ടുണ്ടാകും എന്നാണ്. മനസ്സിന്റെ ടെൻഷൻസ് ലഘൂകരിക്കാൻ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ തന്നെ പേഷ്യന്റിനെ ഉറക്കത്തിലാക്കിയതാകാനും ചാൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഒരു ശാസ്ത്രമല്ല കേട്ടോ. ഇറ്റ്സ് ജസ്റ്റ് ആൻ അസംഷൻ, ഐ ഷുഡ് സേ. ഏതായാലും പേഷ്യന്റിന് തലചുറ്റലുണ്ടായ സമയവും സ്ഥലവും സന്ദർഭവും, അപ്പോൾ സറൗണ്ടിങ്ങിൽ എന്തുണ്ടായിരുന്നു, കൂടെ ആരുണ്ടായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് അന്വേഷിക്കണം. വീണ്ടും അതേ സ്ഥലത്ത് വെച്ച് ഇതേപോലത്തെ ബിഹേവിയർ ആവർത്തിക്കുമോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ദെൻ ക്യാരി ഓൺ. കുട്ടിക്ക് സ്ട്രെസ് ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അത്യാവശ്യം റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് കാണാം. ശരി, താങ്ക് യു.
സർ, ശ്രീലക്ഷ്മി മേഡത്തിന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ എന്റെ മോളെ, എന്റെ മോളെ, എന്ത് പറ്റിയടി നിനക്ക്? നീ എന്താ ഇങ്ങനെ കിടക്കുന്നേ? മോളെ, മോളെ, ശ്രീലക്ഷ്മി, മോളെ, ശ്രീ, എടി ശ്രീ, കണ്ണു തുറക്കടി ശ്രീലക്ഷ്മി, മോളെ, മോളെ. സരോജം, അയ്യോ എന്റെ കുഞ്ഞു കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? രാവിലെ എന്ത് ഉത്സാഹത്തോടെ സരോജം, നീ എന്തേ കാണിക്കുന്നത്? ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലല്ലോ എന്റെ ദൈവങ്ങളെ. എടി മതിയാക്കാൻ. എടി കണ്ണു തുറക്കടി ശ്രീലക്ഷ്മി, മോളെ, മോളെ, ശ്രീ. സരോജം മതി. മോളെ, മോളെ. എടി നിന്നോടല്ലേ പറഞ്ഞു മതിയാക്കാൻ? രേഖ മേഡം, ഈ സാരി ഉടുത്തപ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക്സ് സുകന്യ. അല്ല, ഫോട്ടോസിന് പിന്നെ എടുത്താ പോരെ? നമുക്ക് ചടങ്ങ് തുടങ്ങിയാലോ? ചടങ്ങൊക്കെ ഉടൻ തുടങ്ങാം. പക്ഷേ ഈ വീട്ടിലെ ഗൃഹനാഥൻ എവിടെ? എവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ബോസ് മിസ്റ്റർ രവിചന്ദ്രവർമ്മൻ? ഗോപി, യു കണ്ടിന്യൂ. എനിക്ക് കുറച്ചുകൂടി ഫോട്ടോസ് വേണം. മമ്മിക്ക് അയച്ചു കൊടുക്കാനോ? ശരി മാഡം. രഘു, കമോ, ഇത്തവണ ഞാനും രഘു മാത്രം മതി. വാ, ഇവിടെ നിൽക്ക്. പെട്ടെന്ന് എടുത്തോ. മാഡം, സൂപ്പർ ആയിരിക്കുന്നു മാഡം. ഹായ് രേഖ. ഹലോ. ഹായ്. ഹലോ. ഹേയ് ജാക്കി ബ്രോ. അവര് കോളേജ് മേറ്റ്സാ. ഷാർപ്പായിട്ട് എത്തിയല്ലോ. സാർ, സാർ എവിടെ? സാർ എവിടെ പോയി? സാർ,
രവി സാർ വന്നിരുന്നോ? സത്യമാണോ അതോ എന്റെ തോന്നലാണോ? ഇല്ല പൂക്കൾ. മുല്ലച്ചെടി സൂക്ഷിക്കണേ.